പ്പെട്ട് ഉറക്കം ഒഴിഞ്ഞ് ജയനുണ്ടാക്കിയെടുത്ത ഒരുപാട് കാശ് ഒരു നടിയുടെ കൈവശം ആയിപ്പോയി എന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ 1965 കരുനാഗപ്പള്ളിയിൽ കൃഷ്ണ മാച്ച് വർക്ക്സ് എന്ന് പറഞ്ഞൊരു തീപ്പെട്ടി കമ്പനി തുടങ്ങി. അപ്പോൾ അനുജനും എന്തെങ്കിലും ജോലി വേണമല്ലോ. അനുജനെന്ന് പറഞ്ഞാൽ അനുജനും ജ്യേഷ്ഠനും ഭയങ്കര ആത്മബന്ധമായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും സ്ഥാനം അനുജനാണ്. അനുജന് കൊടുക്കുന്ന ആളായിരുന്നു ജയൻ. എന്നാൽ അദ്ദേഹത്തെ ഭയങ്കര പേടിയുമായിരുന്നു അനിയന്. എന്നാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ വരികയാണെങ്കിൽ മിക്കവാറും രാത്രി കാലങ്ങളിൽ വരും. കാരണം പകൽ വന്നാൽ ജനം വന്ന് കൂടും. അദ്ദേഹത്തിൻ്റെ കാറ് വരുന്നെന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് കൂടുന്നുള്ളതുകൊണ്ട് പലപ്പോഴും വരുന്നത് രാത്രിയാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ അനുജനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എപ്പോഴും സോമൻപിള്ളയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങലായിരുന്നു ജോലി. അങ്ങനെ അയാൾക്കൊരു ജോലി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ 1965 കരുനാഗപ്പള്ളിയിൽ കൃഷ്ണ മാച്ച് വർക്ക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. നല്ല വിജയകരമായി അത് പൂട്ടിക്കൈ കൊടുത്തു. അത് കഴിഞ്ഞ് 1972 ഉണ്ണാമലക്കട എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ മാധവ കാഷ്യൂസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. അതുപോലെ തന്നെ തഞ്ചാവൂരിൽ പുതുക്കോട്ടയിൽ ചെന്ന് ഒരു കാഷ്യൂ സ്ഥാപനം തുടങ്ങി, അണ്ടിപ്പരിപ്പിൻ്റെ സ്ഥാപനം തുടങ്ങി. സോമൻപിള്ളയുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ അതോ ജയേട്ടൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ബിസിനസ്സിലും സോമൻപിള്ള വലിയ വിജയമായില്ല. ജയനാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1972, 80 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ പോസ്റ്റ്മാനെ കാണാനില്ലേ നമ്മൾ കളയുകയാണെങ്കിൽ 1974 മുതൽ 80 വരെ 6 വർഷക്കാലം കൊണ്ട് വേറൊരു നടനും ഇന്ന് വരെ മലയാള സിനിമയിൽ നേടാൻ പറ്റാത്ത സ്ഥാനം നേടിയെടുത്ത് ഉയരത്തിലേക്ക് പോവുകയായിരുന്നു.